Hi, welcome back to our previous class. Today we are discussing about our 7th chapter, The World We Live In. So let's move on to the topic. Look at your first page. What can you see? എന്താ കാണുന്നത്? അവിടെ രണ്ട് കുട്ടികൾ നിൽക്കുന്നുണ്ടല്ലേ? അവരെന്താണ് ചെറിയൊരു ഡിബേറ്റിലാണ് അല്ലേ? അവർ ചെറുതായിട്ടൊന്ന് തർക്കം കൂടാണ്. അവരെന്ത് പറഞ്ഞിട്ടാണ് തർക്കം കൂടുന്നതെന്ന് നമുക്ക് നോക്കാം. When the teacher ended the class, Samantha and Sayan were in a debate. ടീച്ചർ ക്ലാസ്സിലെത്തുമ്പോൾ എന്താണ് സമന്തയും സയാനും തമ്മിൽ ചെറിയൊരു തർക്കത്തിൽ ഡിബേറ്റിലായിരുന്നു. സയാൻ എന്താണ് പറയുന്നത്? ദ എർത്ത് ഈസ് ഫ്ലാറ്റ് ഇൻ നീഡ് ഐ ആം ഷുവർ എന്താ പറയുന്നത്? ഭൂമി ഫ്ലാറ്റാണ്, ഭൂമി പരന്നിട്ടാണ്. സമന്ത അപ്പം എന്താ പറയുന്നത്? നോ ഇറ്റ് ഈസ് സോ ഇഫ് ഈസ് ഫ്ലാറ്റ് ഷുഡിൻ എർത്ത് ഹാവ് എ ബൗണ്ടറി. അങ്ങനെ ഫ്ലാറ്റ് ഒന്നുമല്ല, അങ്ങനെ ഫ്ലാറ്റ് ആണെങ്കിൽ അതിനൊരു അതിര് വേണ്ടേ, അതിനൊരു ബൗണ്ടറി വേണ്ടേ എന്ന് ചോദിക്കുകയാണ് ഒരു സമന്ത. അപ്പം സയാൻ എന്താ പറയുന്നത്? ഈസ് ഇൻ ദ സീ ദ എർത്ത്സ് ബൗണ്ടറി. അപ്പോൾ ഭൂമിയുടെ അതിരെന്താണെന്നാണ് സയാൻ പറയുന്നത്. കടലല്ലേ എന്നാണ് ചോദിക്കുന്നത്. ദ ടീച്ചർ എൻഗേജ്ഡ് വിത്ത് ദെയർ ഡൗട്ട്സ്. ടീച്ചർ എന്താണ് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവരെ കൂട്ടത്തിൽ നിന്നു. Then what if we go further forward out the sea? എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ കടലിലൂടെ മുന്നോട്ട് പോയാലോ എന്നാണ് ചോദ്യം. ഇഫ് വി കണ്ടിന്യൂ അവർ ജേണി ലൈക്ക് ദാറ്റ് വേർ വിൽ ഇറ്റ് എൻഡ്? നമ്മളങ്ങനെ കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ദൂരം പോയി കഴിഞ്ഞാലും അതെവിടെ ചെന്നായിരിക്കും എൻഡ് അവസാനിക്കുക? Where would we travel up to if we want to see the whole earth? എന്താണ് ഭൂമിയെ നമുക്ക് മുഴുവനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വരെ യാത്ര ചെയ്യണം, ട്രാവൽ ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് സമന്തയും സയാൻ്റെയും ഡൗട്ട്സ്. ലുക്ക് അറ്റ് യുവർ നെക്സ്റ്റ് പേജ്. ദ ഷേപ്പ് ഓഫ് ദി എർത്ത്. എന്താണ് നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത്? ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചാണല്ലേ പറയുന്നത്. ലുക്ക് അറ്റ് എ പിക്ചർ ഓഫ് ദി എർത്ത് ടേക്കൺ ഫ്രം എ സ്പേസ്. സ്പേസിൽ നിന്നെടുത്ത നമ്മുടെ ഭൂമിയുടെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഇൻ ദിസ് പിക്ചർ ഇൻ വിച്ച് ഷേപ്പ് ഡു യു സീ ദ എർത്ത്? ഈ ചിത്രത്തിലെ നമ്മൾ കണ്ട ചിത്രത്തിൽ ഭൂമിയുടെ ഷേപ്പ് എന്തായിരുന്നു? ഒരു റൗണ്ട് ഷേപ്പിലാണ് അല്ലേ ഭൂമിയെ കാണുന്നത് നമ്മൾ. വി സീ ദ എർത്ത് ആസ് എ ഫ്ലാറ്റ് ഡോൺ വി? പക്ഷേ നമ്മൾ റൗണ്ടിലാണെങ്കിലും നമ്മൾ ഭൂമിയെ പരന്നതായിട്ടാണല്ലേ കാണുന്നത്. ക്യാൻ വി റെക്കഗ്നൈസ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത് ബൈ സീയിങ് ഓൺലി എ സ്മാൾ പാർട്ട് ഓഫ് ഇറ്റ്? എന്താ പറയുന്നത്? ഭൂമിയുടെ ചെറിയൊരു ഭാഗം മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയുടെ ഷേപ്പ് അറിയാൻ പറ്റുമോ എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തു നോക്കാം. എന്താണ്? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അതെങ്ങനെ കണ്ടെത്താം? ടേക്ക് എ പ്ലാസ്റ്റിക് ബോൾ ആൻഡ് മാർക്ക് എ സ്ക്വയർ ഓൺ ഇറ്റ്. എന്താണ്? ഒരു പ്ലാസ്റ്റിക് ബോൾ എടുത്തിട്ട് അതിലെന്താണ് ചതുരത്തിലൊന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ടോ കട്ട് ഔട്ട് ദ പാർട്ട്. എന്നിട്ട് കട്ട് ഔട്ട് ദാറ്റ് പാർട്ട് അല്ലേ? അത് നമ്മൾ സ്ക്വയർ ചെയ്ത ആ ഭാഗം എന്ത് ചെയ്യാണ്? മുറിച്ചെടുക്കണം. ഈസ് ദ കട്ട് ഔട്ട് പാർട്ട് റൗണ്ട് ഓർ ഫ്ലാറ്റ്? നമ്മൾ മുറിച്ചെടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് ഫ്ലാറ്റ് ആണോ റൗണ്ട് ആണോ? ഫ്ലാറ്റ് ആണല്ലേ. ഇഫ് ദ ബോൾ ഈസ് ദ എർത്ത് ആൻഡ് ദ സ്ക്വയർ ഈസ് അവർ ലൊക്കാലിറ്റി, ക്യാൻ യു സേ ദ റീസൺ വൈ ഡോണ്ട് എക്സ്പീരിയൻസ് ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദി എർത്ത്? എന്താ പറയുന്നത്? ഈ ബോൾ എന്താണ്? ഭൂമിയായിട്ട് സങ്കല്പിക്കുക. സ്ക്വയർ എന്താണ്? നിങ്ങൾ നിൽക്കുന്ന പ്രദേശമാണെങ്കിൽ എന്താണ് ഭൂമി പരന്നതായിട്ട് നമുക്ക് തോന്നുന്നത് എന്ന് മനസ്സിലായോ? ഈ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് ഭൂമിയുടെ ചെറിയൊരു ഭാഗത്താണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മൊത്തമായിട്ട് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് ഭൂമി പരന്നതായിട്ട് തോന്നുന്നത്. റൗണ്ട് ഷേപ്ഡ് ഒബ്ജക്റ്റ് ആർ കോൾഡ് സ്ഫിയേഴ്സ്. എന്നാണ് വൃത്താകൃതിയിലുള്ള ഉരുണ്ടാകൃതിയിലുള്ള വസ്തുക്കളെ എന്ത് ചെയ്യാം? നമുക്ക് സ്ഫിയേഴ്സ്, ഗോളങ്ങൾ എന്ന് വിളിക്കാം. സം സെയിലേഴ്സ് ഹാഡ് ലോങ് എഗോ റിയലൈസ്ഡ് ദ എർത്ത് വാസ് റൗണ്ട്. എന്നാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് എന്ത് ചെയ്യാണ്? കപ്പൽ യാത്രക്കാർ മനസ്സിലാക്കിയിരുന്നു.
ഫെർഡിനാൻഡ് മെഗല്ലൻ വാസ് ദ ഫസ്റ്റ് എമംഗ് ദം. അങ്ങനെ മനസ്സിലാക്കിയതിൽ ഒരാളായിരുന്നു ആര്? ഫെർഡിനാൻഡ് മെഗല്ലൻ. മെഗല്ലൻ ആൻഡ് ഹിസ് കൊളീഗ്സ് സെറ്റ് ഓഫ് ഓൺ എ വോയേജ് ഓൺ ദ സെയിൽ ബോട്ട് എന്നാണ്. മെഗല്ലനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും എന്ത് ചെയ്യാണ്? ഒരു പായ് കപ്പലിൽ എന്ത് ചെയ്യാണ്? യാത്ര തുടരുകയാണ്. ദേ ട്രാവൽഡ് ത്രൂ ഔട്ട് ഇൻ ദ സെയിം ഡയറക്ഷൻ. അവരെന്താണ്? ഒരേ ഡയറക്ഷനിലാണ് പോയിട്ടുള്ളത്. ദ വോയേജ് വാസ് വെരി സ്ലോ എന്നാണ്. വോയേജിൽ വളരെ പതുക്കെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ആഫ്റ്റർ സം ഇയേഴ്സ് ദ സെയിൽ ബോട്ട് എൻഡഡ് അപ്പ് അറ്റ് ദ സെയിം പ്ലേസ് വെയർ ഇറ്റ് സ്റ്റാർട്ടഡ് ദ വോയേജ് എന്നാണ് പറയുന്നത്. അവർ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പായ് കപ്പൽ എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയ അവിടെ തന്നെ എത്തുകയാണ് ചെയ്തത്. ഹൗ കുഡ് ദിസ് ഹാവ് ഹാപ്പൻ? അതെങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾ പറഞ്ഞു ഭൂമിക്ക് എന്ത് ചെയ്യാണ്? റൗണ്ട് ഷേപ്പാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇത് സെയിം ഡയറക്ഷനിലാണ് പോയിരിക്കുന്നത് അല്ലേ? അവർ യാത്ര ചെയ്തിരിക്കുന്നത് എന്താണ്? സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് അവർ യാത്ര സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ അവർക്ക് എൻഡ് ചെയ്യാനും കൂടെ പറ്റിയത്. അത് സെയിം ഡയറക്ഷനിൽ പോയതുകൊണ്ട് അതെന്താണ്? അവർക്ക് മനസ്സിലായി ഭൂമി എന്താണ്? റൗണ്ട് ഷേപ്പിലാണെന്ന് മനസ്സിലായി. മോഡൽ ഓഫ് ദി എർത്ത് എന്താണ്? ഭൂമിയുടെ മോഡൽ, മാതൃക. ഇഫ് യു മേക്ക് എ സ്മോൾ മോഡൽ ഓഫ് ദി എർത്ത് വാട്ട് വിൽ ബി ലൈക്ക് എന്താണ് പറയുന്നത്? നമ്മൾ ഭൂമിയുടെ ഒരു മാതൃക ഉണ്ടാക്കിയാൽ അത് എങ്ങനെയായിരിക്കും? ഫ്രണ്ട്സ്, ഐ എം എ ഗ്ലോബ്. ഐ എം എ സ്മോൾ മോഡൽ ഓഫ് ദി എർത്ത്. പ്ലീസ് യൂസ് മീ ടു സ്റ്റഡി അബൌട്ട് ദ എർത്ത്. എന്താ പറയുന്നത്? കൂട്ടുകാരെ, ഞാനാണ് ഗ്ലോബ്. ഞാൻ ഭൂമിയുടെ ഒരു ചെറിയ രൂപമാണ്. എന്നെ എന്താണ്? ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ യൂസ് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ആര്? ഗ്ലോബ് അല്ലേ? നൗ ഷാൾ വി ഒബ്സർവ് ദ ഗ്ലോബ് എന്താ പറയുന്നത്? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്ലോബ് നിരീക്ഷിക്കാം. വിച്ച് കളർ ഡു യു സീ ദ മോസ്റ്റ് ഓൺ ദ ഗ്ലോബ് എന്നാണ്. നമ്മൾ ഗ്ലോബ് നിരീക്ഷിക്കുമ്പോൾ ഗ്ലോബിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നിറം, കളർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏത് കളറിലാണ് നമ്മൾ കൂടുതൽ കാണുന്നത്? ബ്ലൂ കളറിലാണല്ലേ? വാട്ട് ഡസ് ദിസ് റെപ്രസെൻറ്റ്? അത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അത് സീ ഏരിയയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ദ പാർട്സ് ഇൻ അവർ അതർ കളേഴ്സ്? മറ്റൊരുപാട് കളറിലായിട്ട് വേറെ കളറിൽ കാണുന്നുണ്ടല്ലേ, അതെന്താണ്? ലാൻഡ് ഏരിയ ആണ് അല്ലേ? ഈസ് ദ ലാൻഡ് ഏരിയ ഓർ ദ സീ ഏരിയ ലാർജർ ഇൻ സൈസ് എന്നാണ്. ഈ ഗ്ലോബിൽ ലാൻഡ് ഏരിയ ആണോ സീ ഏരിയ ആണോ കൂടുതലുള്ളത്? എന്താണ്? സീ ഏരിയ ആണ് അല്ലേ? ദ പാർട്ട് ഇല്ലുസ്ട്രേറ്റഡ് ഓൺ ദ ഗ്ലോബ് ഇൻ ബ്ലൂ കളർ ഇൻ ഈസ് ദ സീ. The land parts are illustrated in other colors. The sea area is more than twice the size of the land area. എന്താ പറയുന്നത്? ഗ്ലോബിൽ നീല നിറത്തിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? കടലാണല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റ് പല കളറിലും കാണുന്നത് എന്താണ്? കരഭാഗമാണ്, ലാൻഡ് ഏരിയയാണ്. പിന്നെന്താ പറയുന്നത്? ലാൻഡ് ഏരിയയെക്കാളിലും ഇരട്ടിയിലധികം എന്തുണ്ട്? സീ ഏരിയ ഉണ്ട് എന്നാണ് പറയുന്നത്. കരഭാഗത്തിനെക്കാട്ടിലും ഇരട്ടിയിലധികം എന്തുണ്ട്? കടലുണ്ട്. ഓക്കെ, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സ്കൈ. ആകാശത്തേക്ക് നോക്കാം. ഹാവ് യു ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ? നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? വാട്ട് ആർ ദ സൈറ്റ്സ് ഇൻ ദ സ്കൈ? ആകാശത്ത് എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കാണാറുള്ളത്? എന്തൊക്കെയാണ് കാണാറുള്ളത്? സണ്ണ്, മൂൺ, അതുപോലെ സ്റ്റാർസ് ഒക്കെ കാണാറുണ്ട് അല്ലേ? വേർ ആൾ ഡു യു സീ ദ സ്കൈ? ഡു യു സീ ദ സ്കൈ ഓൺലി എബവ് യുവർ ഹെഡ്? നോ, അല്ലേ? നമ്മൾ നമ്മുടെ ഹെഡിനെ, തലയ്ക്ക് മുകളിൽ മാത്രമാണോ ആകാശം കാണുന്നത്? ഗോ ടു ദ മിഡിൽ ഓഫ് ദി പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഒബ്സർവ് ദ സ്കൈ. എന്ത് ചെയ്യുക? നിങ്ങളെ പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് നോക്കുക എവിടെ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ആകാശം കാണാൻ കഴിയുന്നത് എന്നുള്ളത്. ഓൺ വിച്ച് സൈഡ്സ് ഓഫ് യു ഡു യു സീ ദ സ്കൈ? നിങ്ങൾക്ക് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നിട്ടാണ് ആകാശം കാണാൻ കഴിയുന്നുള്ളത് നോക്കുക. ലുക്ക് അറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് ദി എർത്ത് ആൻഡ് ദ സ്കൈ. ഭൂമിയുടെയും അതുപോലെ സൂര്യൻ്റെയും ഒരു ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. ഇൻ വിച്ച് പാർട്സ് ഓഫ് ദി എർത്ത് ഡു യു സീ ദ സ്കൈ? എന്താ പറയുന്നത്? ആകാശം ഭൂമിയുടെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്?
അറൗണ്ട് ദ എർത്ത് അല്ലേ. ഭൂമിക്ക് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ആകാശം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ദർ ആർ അതർ സ്ഫിയേഴ്സ് ഇൻ ദ സ്കൈ അതർ ദാൻ ദ എർത്ത് ആർ ഇൻ ദർ വിച്ച് ആർ ദേ കംപ്ലീറ്റ് ദ വേർഡ്സ് ആണ്. ഇവിടെ താഴെ ഒരു വേർഡ്സ് ആണ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ആകാശത്ത് ഭൂമിയെ കൂടാതെ ഒരുപാട് സ്ഫിയേഴ്സ് ഉണ്ട് അല്ലേ, ഗോളങ്ങളുണ്ട് അല്ലേ. അവ ഏതൊക്കെയാണ് ഇവിടെ എർത്ത് തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ നമുക്ക് ഏതൊക്കെ കൊടുക്കാം, വീനസ്, മാർസ്, ജൂപ്പിറ്റർ അല്ലേ, അതുപോലെ നെപ്റ്റ്യൂണ്, യുറാനസ്, ഇതൊക്കെ എന്താണ്, ഓരോ സ്ഫിയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വേർ ആർ ദ സ്റ്റാർസ് ഡ്യൂറിങ് ദ ഡേ. പകൽ സമയത്ത് നക്ഷത്രങ്ങളൊക്കെ എവിടെയാണ്. ടീച്ചർ വൈ കാൺ വി സീ ദ സ്റ്റാർസ് ഡ്യൂറിങ് ദ ഡേ. കുട്ടി എന്താ ചോദിക്കുന്നത്, ടീച്ചറെ പകൽ സമയത്ത് എന്താ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയാത്തത്. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്, ലെറ്റസ് ഫൈൻഡ് ഔട്ട് ത്രൂ ആൻ എക്സ്പെരിമെൻ്റ്. നമുക്കിതൊരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താം. എന്താണ് എക്സ്പെരിമെൻ്റ്? ഇലുമിനേറ്റ് എ സ്മോൾ വൈറ്റ് LED ഇൻ ആൻ ഓപ്പൺ ഏരിയ, ഒബ്സർവ് ദ ലൈറ്റ്, ഡു യു ദ സെയിം ആക്ടിവിറ്റി ഇൻ എ ക്ലോസ്ഡ് ഡാർക്ക് റൂം. എന്താണ്, ഒരു വൈറ്റ് LED ലൈറ്റ് എടുത്തിട്ട് ഓപ്പൺ ഏരിയയിൽ പ്രകാശിപ്പിച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ ലൈറ്റ് നിരീക്ഷിക്കുക, എന്നിട്ട് സെയിം തന്നെ അത് ആ ലൈറ്റ് തന്നെ നമ്മൾ വെളിച്ചൊന്നും ഇല്ലാത്ത ഒരു ഇരുട്ട് റൂമിൽ കൊണ്ടുപോയിട്ടും കത്തിക്കുക. ഒബ്സർവ് ദ ഡിഫറൻസ് ഇൻ ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. അപ്പോൾ എന്തൊക്കെ മാറ്റം നമുക്ക് ഈ വെളിച്ചത്തിൽ, ഈ ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വാട്ട് ചേഞ്ച് ഡിഡ് യു ഒബ്സർവ്. എന്താണ്, നമുക്ക് ഡാർക്ക് റൂമിലാവുമ്പോഴാണല്ലേ നന്നായിട്ട് ലൈറ്റ് കാണാൻ പറ്റിയത്. ഈസ് ഇൻ ഇറ്റ് ഹാർഡ് ടു സീ ദ ലൈറ്റ് LED ഷൈനിങ് ഇൻ ദ ഓപ്പൺ ഏരിയ, വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഇറ്റ്. എന്താണ്, ഓപ്പൺ ഏരിയയിലായപ്പോൾ LED അധികം പ്രകാശിക്കുന്നത് നമുക്ക് കാണാൻ പറ്റിയില്ല അല്ലേ. എന്താണ്, വി കനോട്ട് സീ ദ LED ഷൈനിങ് ഫ്രം ദ ഓപ്പൺ ഏരിയ ബിക്കോസ് ദർ ഈസ് ലൈറ്റ് ഏരിയ. ബട്ട് ഇഫ് യു പുട്ട് LED ഇൻ എ ഡാർക്ക് പ്ലേസ് യു ക്യാൻ സീ ഇറ്റ് ഷൈനിങ് ബിക്കോസ് ദർ ആർ നോ അതർ ലൈറ്റ് അല്ലേ. അവിടെ എന്താണ്, ഡാർക്ക് റൂമിൽ എന്താണ്, നമ്മൾ വേറെ ലൈറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് LED ഭയങ്കര ഷൈനിങ് ആയിട്ട് കാണാൻ പറ്റിയത്. വി കാൺ സീ ദ LED ലൈറ്റ് ഷൈനിങ് ബിക്കോസ് ഓഫ് ഇറ്റ് സൺലൈറ്റ് ഇൻ ഓപ്പൺ ഏരിയാസ് അല്ലേ. എന്താണ്, മറ്റ് ഓപ്പൺ ഏരിയയിൽ എന്താ കാണാൻ പറ്റാഞ്ഞത്, അവിടെ സൺലൈറ്റിൻ്റെ പ്രസൻസ് ഉണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാഞ്ഞത്. മനസ്സിലായില്ലേ. ദ സൺ ഈസ് ഓൾസോ എ സ്റ്റാർ, ഇറ്റ് ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദ എർത്ത്. എന്താ പറയുന്നത്, സൺ എന്താണ്, ഒരു സ്റ്റാർ ആണ്. അത് എന്താണ്, നമ്മുടെ ഭൂമിയോട് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ് എന്ത്, എർത്ത് അല്ലേ. ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് എന്ത്, സൂര്യൻ. വി കനോട്ട് സീ ദ സ്റ്റാർസ് ഡ്യൂറിങ് ദ ഡേ ബിക്കോസ് ഓഫ് ദി ലൈറ്റ് ഓഫ് ദി സൺ അല്ലേ. എന്താണ്, നമ്മൾ ഡേ ടൈമിൽ എന്താ സൺലൈറ്റ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്റ്റാർസിനെ കാണാൻ പറ്റാത്തത്. മനസ്സിലായില്ലേ. ദ സൺ, സൂര്യൻ. ഇറ്റ് ഈസ് ദ ലൈറ്റ് ഫ്രം ദ സൺ ദാറ്റ് റീച്ചസ് ദ എർത്ത്. ഹാവൻ യു സീൻ ദ സൺ അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്. ഇൻ വിച്ച് ഷേപ്പ് ഡു യു സീ ദ സൺ. എന്താ പറയുന്നത്, നമുക്ക് ഭൂമിയിൽ നമുക്ക് വെളിച്ചം കിട്ടുന്ന ആരിൽ നിന്നാണ്, സൂര്യനിൽ നിന്നാണ് അല്ലേ. സൂര്യൻ്റെ സൺറൈസിൻ്റെ സമയത്തും അതുപോലെ സൺസെറ്റിൻ്റെ സമയത്തും നിങ്ങൾ സൂര്യൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടോ. The sun is a very large sphere compared to the earth. Since it is so far away, the sun appears small to us when we look at the from the earth. എന്താ പറയുന്നത്, നമ്മൾ ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, സൂര്യൻ വലിയ ഒരു സ്ഫിയറാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ ഒരുപാട് ദൂരെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യനെ ചെറുതായിട്ട് തോന്നുന്നത്. പക്ഷേ എന്താണ്, സൂര്യൻ ഒരു വലിയ സ്ഫിയറാണ് കേട്ടോ. ഒരുപാട് ദൂരെ ആയതുകൊണ്ടാണ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്കത് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ലെറ്റ്സ് ഒബ്സർവ് ദ മൂൺ. ചന്ദ്രനെ നിരീക്ഷിക്കാം. ദ മൂൺ വിച്ച് ഈസ് ദ സെലസ്റ്റിയൽ സ്ഫിയർ ക്ലോസ്ഡസ്റ്റ് ടു ദ എർത്ത് cannot shine by itself. The moon reflects the sun's light falling on it. This is the reason for the moon's glow and the moonlight at night. എന്താ പറയുന്നത്, ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന
ആകാശഗോളമാണ് ആര്, മൂൺ. അതിനെന്താണ് ഷൈൻ ചെയ്യാൻ പറ്റില്ല, ഇറ്റ് സെൽഫായിട്ട് എന്ത് ചെയ്യാണ്, ഷൈൻ ചെയ്യാൻ പറ്റില്ല, സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് അത് പ്രകാശിക്കുന്നത്? സൂര്യനിൽ നിന്ന് പ്രകാശം പ്രതിഫലിക്കുന്നതിനാലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് മൂണ് ഷൈൻ ചെയ്യുന്നതായിട്ട്, ഗ്ലോ ആയിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് നമുക്ക് രാത്രി മൂൺ ലൈറ്റ് കിട്ടുന്നുണ്ടല്ലേ രാത്രി. നിലാവ് കിട്ടുന്നത് എങ്ങനെയാണ്? സണ്ണിൽ നിന്നും ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണല്ലേ. സോ ഇറ്റ് ഈസ് ദ സൺ ഇറ്റ്സെൽഫ് ദാറ്റ് ഗിവ്സ് ദ ലൈറ്റ് അറ്റ് നൈറ്റ്. അപ്പോൾ സൂര്യൻ രാത്രിയിലും നമുക്ക് വെളിച്ചം തരുന്നത് സൂര്യൻ തന്നെയാണല്ലേ. നെക്സ്റ്റ് എന്താണ്? ഹൗ ബിഗ് ഈസ് ദ സൺ? സൂര്യൻ എന്ത് വലിപ്പം. ഇമാജിൻ ദാറ്റ് ദ സൺ ഈസ് എ ബോൾ ഓഫ് ദി സൈസ് ഓഫ് യുവർ ക്ലാസ് റൂം. Then the earth will be as small as a bead. The moon will be as small as a mustard seed. എന്താ പറയുന്നത്? സൂര്യൻ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ അത്ര വലിപ്പമുണ്ടെന്ന് വിചാരിക്കുക. അത്ര വലിപ്പമുള്ള സൂര്യൻ നിങ്ങളുടെ ക്ലാസ് മുറിയുടെ അത്ര വലിപ്പമുള്ള ഒരു പന്താണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഭൂമി എത്രയാണുള്ളത്? ഒരു മുത്തിൻ്റെ, ഒരു ബേഡ്സിൻ്റെ അത്ര ചെറുതായിരിക്കും. അപ്പോൾ മൂണോ ഒരു മസ്റ്റാർഡ് സീഡിലെ കടുക് മണിയുടെ അത്ര വലിപ്പേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇഫ് വി ലുക്ക് അറ്റ് ദ സെറ്റിംഗ് സൺ ആൻഡ് ദ ഫുൾ മൂൺ, ദേ വിൽ അപ്പിയർ ടു ദ സ്മോൾ സൈസ്. വൈ ഈസ് ദിസ് തോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സൺസെറ്റിൻ്റെ സമയത്തിലെ ഉള്ള സമയത്തുള്ളതും ഫുൾ മൂണിനെയും നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാണ്, ഏകദേശം ഒരേ സൈസായിട്ട് തോന്നൂലേ. അതെന്തുകൊണ്ടായിരിക്കാം? പ്ലേസ് എ ഫുട്ബോൾ ഓൺ ദ ടോപ്പ് ഓഫ് ദി ടേബിൾ ആൻഡ് ഒബ്സർവ് ദ സൈസ്. ലേറ്റർ പ്ലേസ് ദ സെയിം ഫുട്ബോൾ എ ഫാർ എവേ ഇൻ ദ സ്കൂൾ കോർട്ട്യാർഡ് ആസ് പോസിബിൾ ആൻഡ് ഒബ്സർവ് ദ സൈസ് ഓഫ് ദി സൈസ് ഫ്രം ദി ലോങ് ഡിസ്റ്റൻസ്. എന്താ പറയുന്നത്? ഒരു ഫുട്ബോൾ എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ സൈസ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ബോൾ തന്നെ എന്ത് ചെയ്യുക, സ്കൂൾ കോർട്ട്യാർഡിൽ മുറ്റത്ത് കൊണ്ടുപോയി വെച്ചിട്ട് അപ്പോഴും വലിപ്പം നോക്കുക. ആദ്യം നമ്മൾ കണ്ട ബലൂണിൻ്റെ സൈസ് അവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ കുറച്ച് ചെറുതായിട്ട് തോന്നിയില്ലേ? അതെന്താണ്? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ഇറ്റ്? ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസ് ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഡിക്രീസ്. ദൂരം കൂടുന്തോറും വസ്തുവിൻ്റെ വലിപ്പം നമുക്ക് ചെറുതായിട്ട് തോന്നും. The sun is very far away from the earth, but how about the moon? It is located near to the earth compared to the sun. സൂര്യൻ ഭൂമിയിൽ നിന്ന് വളരെ അകലെയാണ്. എന്നാൽ മൂണോ സൂര്യനെ അപേക്ഷിച്ച് ഭൂമിയുടെ അടുത്താണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് അല്ലേ. മൂൺ ഈസ് ക്ലോസർ ടു എർത്ത് ദാൻ സൺ അല്ലേ. നെക്സ്റ്റ് ഡേ ആൻഡ് നൈറ്റ് അല്ലേ, പകലും രാത്രിയും. റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സമന്ത ആൻഡ് ഹെർ ഫാദർ ഇൻ അമേരിക്ക. ഇവിടെ താഴെ സമന്തയും അവരുടെ അച്ഛൻ അമേരിക്കയിലുള്ള അച്ഛനോട് സംസാരിക്കുന്നത് നോക്കാനാണ് പറയുന്നത്. ഓക്കെ ദെൻ ഫാദർ, ഐ ഫീൽ സ്ലീപ്പി, ഗുഡ് നൈറ്റ്. എന്താ പറയുന്നത്? എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഗുഡ് നൈറ്റ്. ശരി അച്ഛാ, ഗുഡ് നൈറ്റ് എന്ന് പറയുകയാണല്ലേ. ഓക്കെ ഡിയർ, ഐ ജസ്റ്റ് റീച്ച്ഡ് ദ ഓഫീസ് ഇൻ ദ മോർണിംഗ്. അപ്പോൾ അച്ഛൻ എന്താ പറയുന്നത്? ശരി മോളെ, ഞാൻ എന്താണ് ഇപ്പോൾ രാവിലെ ഓഫീസിൽ എത്തിയതേ ഉള്ളൂ എന്നാണ് അച്ഛൻ റിപ്ലൈ കൊടുത്തത്. വൈ ഈസ് ഇറ്റ് ഡേ ടൈം ഇൻ അമേരിക്ക വെൻ ഇറ്റ് ഈസ് നൈറ്റ് ഫോർ അസ്? നമുക്ക് നമ്മുടെ ഇവിടെ രാത്രി ആയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ പകലാകുന്നത്? എന്തുകൊണ്ടായിരിക്കും? ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ്. ക്ലോസ് ദ ഡോർ ആൻഡ് ദ വിൻഡോസ് ഓഫ് യുവർ ക്ലാസ് റൂം. നൗ ഇറ്റ് ഈസ് ദ ഡാർക്ക് ഇൻസൈഡ് ദ റൂം, ഈസിൻറ്റ് ഇറ്റ്? എന്താ പറയുന്നത്? നിങ്ങളുടെ ക്ലാസ് മുറിയുടെ വാതിലുകളും ജനാലകളും അടയ്ക്കുക. ഇപ്പോൾ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇരുട്ടാവുമല്ലോ. ക്യാൻ വി യൂസ് ആൻ എമർജൻസി ലാമ്പ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്? എന്നിട്ട് ഈ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യണം? ഒരു എമർജൻസി ലാമ്പ് യൂസ് ചെയ്യണം. ഇമാജിൻ ദിസ് ലാമ്പ് ആസ് ദി സൺ. എന്താണ് പറയുന്നത്? ഈ എമർജൻസി ലാമ്പ് എന്ത് ചെയ്യുക? നിങ്ങളൊരു സണ്ണായിട്ട് സങ്കല്പിക്കുക. നൗ ഇലുമിനേറ്റ് ദ എമർജൻസി ലാമ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ലൈറ്റ് ഫാൾസ് ഓൺ ദി സൈഡ് ഓഫ് ദി ഗ്ലോബ് വിത്ത് അമേരിക്ക. എന്താ പറയുന്നത്? ഗ്ലോബിൽ അമേരിക്കയുടെ ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്യാണ്? ഈ ലാമ്പിലെ വെളിച്ചം
ഈ ഗ്ലോബിലേക്ക് പ്രകാശിപ്പിക്കാം. ഡസ് ദ ലൈറ്റ് ഫാൾ ഓൺ ദി സൈഡ് വിത്ത് ഇന്ത്യ ഓൺ ഇറ്റ്. അങ്ങനെ നമ്മൾ ലൈറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക, വെളിച്ചം വരുന്നുണ്ടോ എന്ന് നോക്കുക. വാട്ട് ഡിഡ് യു ഫൈൻഡ് ഔട്ട്. അങ്ങനെ നമ്മൾ അമേരിക്കയുടെ ഭാഗത്തേക്ക് വെളിച്ചം പ്രകാശിപ്പിച്ചപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് എന്തായിരുന്നു സ്ഥിതി എന്ന് നോക്കുക. Now keep the globe on the table and turn it slowly in anti-clockwise direction and bring the side with India towards the light. What happens now? എന്താ പറയുന്നത്, ഗ്ലോബ് എന്ത് ചെയ്യുക, മേശപ്പുറത്ത് വെച്ചിട്ട് ക്ലോക്ക് ചലിക്കുന്നതിൻ്റെ എതിരായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ തിരിക്കുമ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഭാഗം ലൈറ്റിന് നേരെ കൊണ്ടുവരിക. അപ്പോഴോ എന്താ ചെയ്യുക, നമ്മൾ ഇന്ത്യ ഭാഗത്ത് വെളിച്ചം വരുമ്പോഴും അതർ സൈഡ് എന്താണ്, ഡാർക്ക് ആവൂലേ. നൗ ഡസ് ദ ലൈറ്റ് ഫാൾ ഓൺ ദ സെയിം സൈഡ് ദാറ്റ് ഇറ്റ് ഫെൽ അറ്റ് ഫസ്റ്റ്. എന്താ പറയുന്നത്, ആദ്യം വെളിച്ചം വീണ ഭാഗത്ത് തന്നെയാണോ ഇപ്പോൾ വെളിച്ചം വന്നത്, അല്ലല്ലേ. ടേൺ ദ ഗ്ലോബ് എഗെയിൻ ദ സെയിം വേ. എന്ത് ചെയ്യുക, ഭൂമി വീണ്ടും അതേ രീതിയിലൊന്ന് തിരിച്ചു നോക്കുക. റൈറ്റ് ഡൗൺ ഹൗ ഡേ ആൻഡ് നൈറ്റ് ഒക്കർ ഓൺ ദ എർത്ത്. എന്താ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഭൂമിയിൽ രാത്രിയും പകലും എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് എഴുതി നോക്കാനാണ് പറയുന്നത്. ഓക്കെ, എങ്ങനെയായിരിക്കും. വെൻ ദ എർത്ത് ടേൺസ്, ദ പാർട്ട് ദാറ്റ് ഗെറ്റ്സ് സൺലൈറ്റ് വിൽ ബി ഡേ ആൻഡ് ദ പാർട്ട് ദാറ്റ് ഡസൻറ്റ് ഗെറ്റ് സൺലൈറ്റ് വിൽ ബി നൈറ്റ്. മനസ്സിലായില്ലേ? എന്താണ്, ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗം പകലും ലഭിക്കാത്ത ഭാഗം അതായത് ഡാർക്ക് കളറിലായിരിക്കുമല്ലോ, അത് രാത്രിയായിരിക്കും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്താണ്, ഇന്ത്യ അവർ കൺട്രി, നമ്മുടെ രാജ്യം ഇന്ത്യ. ടീച്ചർ, വൈ ആർ ദർ സോ മെനി കളേഴ്സ് ഓൺ ദ ലാൻഡ് ഏരിയ ഓഫ് ദി ഗ്ലോബ്, സയാൻ ആസ്ക്ഡ്. എന്താ പറയുന്നത്, സയാൻ ചോദിക്കാണ് ടീച്ചറോട്, എന്താണ് ടീച്ചർ, എന്തിനാണ് ഗ്ലോബിൽ ലാൻഡ് ഏരിയയ്ക്ക് ഇത്രയും അധികം കളർ എന്ന് ചോദിക്കുകയാണ്. ഈച്ച് കളർ റെപ്രസെൻറ്റ് എ കൺട്രി, ദ ടീച്ചർ സെഡ്. അപ്പോൾ ടീച്ചർ എന്താ പറഞ്ഞത്, ഓരോ നിറവും ഓരോ രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. വേർ ഈസ് അവർ കൺട്രി ഇൻ ദിസ്, ഇതിലെ എവിടെയാണ് നമ്മുടെ രാജ്യം. ദ ടീച്ചർ ഷോഡ് ദ ചിൽഡ്രൻ ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ. ടീച്ചർ എന്ത് ചെയ്തു, ഇന്ത്യയുടെ സ്ഥാനം, ലൊക്കേഷൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. യു മേ ഓൾസോ ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ഇന്ത്യ ഓൺ ദി ഗ്ലോബ്. നിങ്ങൾ അതുപോലെ എന്ത് ചെയ്യാം, ഗ്ലോബിൽ ഇന്ത്യയുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, എവിടെയാണ് ഇന്ത്യയുടെ സ്ഥാനം, ഇതാ ഇവിടെ ഇങ്ങനെ ഈ ഒരു പിങ്ക് കളറിൽ കണ്ടോ, ഇതാണ് എന്ത്, നമ്മുടെ ഇന്ത്യയാണ് ഇത്. ഓക്കെ, എല്ലാവരും കണ്ടില്ലേ? If we copy and draw the border line of India on a paper, it will look like this. എന്താ പറയുന്നത്, ഇന്ത്യയുടെ ബോർഡർ ഒരു കടലാസിലേക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് ഏത് രൂപത്തിലായിരിക്കും, ഇവിടെ കാണുന്ന ഈ രൂപത്തിലായിരിക്കും നമ്മൾ ഇന്ത്യയെ കാണുന്നത്. സച്ച് പിക്ചേഴ്സ് ആർ കോൾഡ് മാപ്സ്. ഇത്തരത്തിൽ നമ്മൾ വരയ്ക്കുന്ന ഈ ചിത്രങ്ങളെ പറയുന്ന പേരാണെന്ത്, മാപ്സ്, ഭൂപടങ്ങൾ. ഓക്കെ, മാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂപടങ്ങൾ. നെക്സ്റ്റ് എന്താണ്, നാഷണൽ ഫ്ലാഗ്. ഹാവ് യു സീൻ അവർ നാഷണൽ ഫ്ലാഗ്, ഹാവൻ യു. നിങ്ങൾ നമ്മുടെ നാഷണൽ ഫ്ലാഗ് കണ്ടിട്ടില്ലേ? ദ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഹാസ് സാഫ്രോൺ കളർ ഇൻ ടോപ്പ്, വൈറ്റ് ഇൻ ദ മിഡിൽ ആൻഡ് ഗ്രീൻ അറ്റ് ദ ബോട്ടം. നമ്മുടെ ദേശീയ പതാക, നാഷണൽ ഫ്ലാഗിൽ മുകളിൽ കുങ്കുമ നിറവും മധ്യത്തിലായിട്ട് നടുക്കായിട്ട് വൈറ്റ് വെള്ള നിറവും അടിയിൽ താഴെ ഭാഗത്ത് എന്താണ്, പച്ച നിറവുമാണ് ഉള്ളത്. ഇറ്റ് ഹാസ് ദ അശോക ചക്ര വിത്ത് 24 സ്പോക്സ് ഓഫ് ബ്ലൂ കളർ ഇൻ ദ മിഡിൽ. എന്താ പറയുന്നത്, ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് എന്ത്, 24 അരക്കാലുകളുള്ള എന്ത്, അശോക ചക്ര കൂടി ഉണ്ട്. മേക്ക് എ നാഷണൽ ഫ്ലാഗ് ഹാവിങ് ദ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഇൻ എ ഗ്രൂപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക, ശരിയായ അളവിലൊരു നാഷണൽ ഫ്ലാഗ് തയ്യാറാക്കാനാണ് പറയുന്നത്. ലെറ്റ് us ലേൺ സം അതർ സിംബൽസ് ഓഫ് അവർ കൺട്രി. എന്താണ്, അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റു ചില അടയാളങ്ങൾ കൂടെ ഉണ്ട്, അതും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, എന്താണത്,
നാഷണൽ ഫ്ലവർ അല്ലേ, ലോട്ടസ് ആണ് നമ്മുടെ നാഷണൽ ഫ്ലവർ. പിന്നെ നാഷണൽ ബേർഡ് ഏതാണ്? പീക്കോക്ക്. പിന്നെ ഏതാണ്? നാഷണൽ എംബിളാണ് അല്ലേ, അശോക സ്തംഭമാണ് ഈ കാണുന്നത്. അതാണ് എന്ത്? നമ്മുടെ നാഷണൽ എംബ്ലം. എന്തോ നാഷണൽ അനിമൽ ആരാണ്? ടൈഗർ ആണ് അല്ലേ. നാഷണൽ ട്രീ എന്താണ്? ബെന്യൻ ട്രീ ആണ് അല്ലേ. അവർ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനം. ഇന്ത്യ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഇന്ത്യ എന്താണ്? വിവിധ സംസ്ഥാനങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദീസ് സ്റ്റേറ്റ്സ് ഡിഫർ ഇൻ ദെയർ ലാംഗ്വേജ്, ക്ലോത്തിങ് ആൻഡ് വേസ് ഓഫ് ലിവിങ്. എന്താണ്? അവരുടെ ഓരോരുത്തരുടെ ഭാഷ, അതുപോലെ വേഷവിധാനം, ജീവിത രീതികളുമായിട്ടൊക്കെ എന്ത് ചെയ്യാണ്? ഓരോ സ്റ്റേറ്റ്സും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വിച്ച് ഈസ് അവർ സ്റ്റേറ്റ്? ഇതിലേതാണ് നമ്മുടെ സ്റ്റേറ്റ്? നമ്മുടെ സ്റ്റേറ്റ് ഏതാണ്? കേരള ആണല്ലേ. ഫൈൻഡ് ഔട്ട് ദ ലൊക്കേഷൻ ഓഫ് കേരളം ഇൻ ദ മാപ്പ് ഓഫ് ഇന്ത്യ ഗിവൺ ഹിയർ. ഇവിടെ ഇന്ത്യയുടെ മാപ്പ് തന്നിട്ടുണ്ടല്ലേ, ഭൂപടം തന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ കേരളത്തിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. എവിടെയാണ് കേരളത്തിൻ്റെ ലൊക്കേഷൻ? ഇതാണ് അല്ലേ, ഈ താഴെ കാണുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്? ഇവിടെയാണ് എന്ത്? നമ്മുടെ കേരളം ലൊക്കേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ. അവർ കേരളം ഈസ് വെരി സ്മാൾ വെൻ കമ്പയർഡ് ടു ദ വോൾ സൈസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലെന്താണ്? ചെറിയൊരു ഭാഗം മാത്രമാണ് എന്ത്? നമ്മുടെ സ്റ്റേറ്റ് ആയിട്ടുള്ള കേരളം ഉള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്താണ്? കേരളം വാസ് ഫോംഡ് ആസ് ദ ലാൻഡ് ഓഫ് പീപ്പിൾ ഹു മെയിൻലി സ്പീക്ക് മലയാളം. എന്താണ്? മലയാള ഭാഷ സംസാരിക്കുന്നവരുടെ പ്രദേശം എന്ന നിലയിലാണ് എന്ത്? കേരളം രൂപപ്പെട്ടിട്ടുള്ളത്. വെൻ ഈസ് കേരളം ഫോർമേഷൻ ഡേ? കേരള ഫോർമേഷൻ ഡേ എന്നാണ്, കേരള പിറവി എന്നാണ് ചോദിക്കുന്നത്. എന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്? നവംബർ 1 ആണ് അല്ലേ. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ഇൻ യുവർ സ്കൂൾ ഇൻ കണക്ഷൻ വിത്ത് കേരള പിറവി? കേരള പിറവി ഡേയുടെ അന്ന് നമ്മുടെ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? ഡ്രോയിങ് അല്ലേ, അതുപോലെ എന്താണ്? സ്പീച്ച്, കളറിങ്, അതുപോലെ പാട്രിയോട്ടിക് സോങ്, ഗ്രൂപ്പ് സോങ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തെക്കുറിച്ചുള്ള പാട്രിയോട്ടിക് സോങ്, അതുപോലെ ഗ്രൂപ്പ് സോങ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലേ. കേരളം ഈസ് ഡിവൈഡഡ് ഇൻ ടു വേരിയസ് ഡിസ്ട്രിക്ട്സ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. എന്താ പറയുന്നത്? നമ്മുടെ കേരളം എന്താണ്? ഒരു ഭരണ സൗകര്യത്തിനായിട്ട് വിവിധ ജില്ലകളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് കേരളം ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡിസ്ട്രിക്ട്. അതുപോലെ കേരളത്തിന് മാപ്പാണ് ഈ തന്നിരിക്കുന്നത്. ആ മാപ്പിൽ നോക്കിയിട്ട് എന്താണ്? ഓരോ ജില്ലകളെയും മനസ്സിലാക്കുക. ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദർ ഇൻ കേരളം? കേരളത്തിൽ എത്ര ഡിസ്ട്രിക്റ്റ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? എത്രയാണ്? 14 അല്ലേ, 14 ജില്ലകളാണല്ലേ ഉള്ളത്. വിച്ച് ഈസ് യുവർ ഡിസ്ട്രിക്ട്? ഇവിടെ എന്താണ്? നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണോ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, നമ്മളെല്ലാവരും ഈ 14 ജില്ലകളിലായിട്ട് ആയിരിക്കും താമസിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഏതാണോ ജില്ലയിലാണോ താമസിക്കുന്നത് എങ്കിൽ അതവിടെ എഴുതി കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? റൈറ്റ് ദ ഡിസ്ട്രിക്ട് ഓഫ് അവർ സ്റ്റേറ്റ് ഇൻ ദ ടേബിൾ ഇൻ കറക്റ്റ് ഓർഡർ. താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ കറക്റ്റ് ഓർഡർ അനുസരിച്ച് എഴുതാനാണ് പറയുന്നത്. ഒന്ന് എന്താണ്? തിരുവനന്തപുരം. സെക്കൻഡ് എന്താണ്? കൊല്ലം. തേർഡ് ആലപ്പുഴ. ഫോർത്ത് പത്തനംതിട്ട. ഫിഫ്ത്ത് കോട്ടയം. സിക്സ്ത് ഇടുക്കി. സെവൻത്ത് എറണാകുളം. എയ്ത്ത് തൃശ്ശൂർ. 9 പാലക്കാട്. 10 മലപ്പുറം. 11 കോഴിക്കോട്. 12 വയനാട്. 13 കണ്ണൂർ ആൻഡ് 14 കാസർഗോഡ്. കോപ്പി ആൻഡ് ഡ്രൂ ദ മാപ്പ് ഓഫ് കേരളം ആൻഡ് കളർ യുവർ ഡിസ്ട്രിക്ട്. എന്താ പറയുന്നത്? ഈ കേരളത്തിൻ്റെ ഭൂപടം വരച്ചിട്ട് അതിലെന്താണ്? നിങ്ങളുടെ ജില്ല ഏതാണ് എന്നുണ്ടെങ്കിൽ അതിന് കളർ ചെയ്യാനാണ് പറയുന്നത്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ബിലോ. മാപ്പ് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യാം? താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. വിച്ച് ഡിസ്ട്രിക്ട് ഹാവ് സീഷോർ? ഏതൊക്കെ ജില്ലകൾക്കാണ് കടൽ തീരമുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ്. ഇത്രയും ജില്ലകളിലാണ് എന്തുള്ളത്? സീഷോർ ഉള്ളത്. വിച്ച് ആർ ദ ഡിസ്ട്രിക്ട് ദാറ്റ് അഡ്ജോയിൻ യുവർ ഡിസ്ട്രിക്ട്? നിങ്ങളുടെ
ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ. ഡ്രോ ആൻ എൻലാർജ്ഡ് മാപ്പ് ഓഫ് കേരളം, പേസ്റ്റ് ഇറ്റ് ഓൺ എ തിക്ക് പേപ്പർ ഓഫ് ആൻഡ് കട്ട് എലോങ് ദി ബോർഡർ ലൈൻസ് ഓഫ് ദി ഡിസ്ട്രിക്റ്റ്. എന്താ പറയുന്നത്? കേരളം ഒരു പേപ്പറിൽ കേരളത്തിൻ്റെ മാപ്പ് ഒരു പേപ്പറിൽ വരച്ചിട്ട് അതൊരു കട്ടിയുള്ള തിക്കായിട്ടുള്ള പേപ്പറിൽ ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ ഡിസ്ട്രിക്റ്റുകളുടെ ബോർഡർ ലൈൻസിലൂടെ കട്ട് ചെയ്തിട്ട് ഓരോ പീസസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ നിന്നും ഓരോ പീസസും എടുത്തിട്ട് എന്ത് ചെയ്യുക, കൂട്ടിച്ചേർത്തിട്ട് ആ ഒരു മാപ്പ് റീക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. കംപ്ലീറ്റ് ദ വേർഡ് പസിൽ. ഒരു പദപ്രശ്നം തന്നിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? അക്രോസ് ടു ദ റൈറ്റ്, വലത്തേക്ക് എന്താണ്? സിറ്റുവേറ്റഡ് അറ്റ് വൺ എൻഡ് ഓഫ് കേരളം, കേരളത്തിൻ്റെ ഒരറ്റത്ത് സ്ഥിതി ചെയ്യുന്നു. എന്താണ്? തിരുവനന്തപുരമാണ് അല്ലേ. സെക്കൻഡ് എന്താണ്? നൈബറിങ് സ്റ്റേറ്റ് ഓഫ് കേരളം, നമ്മുടെ ഒരു അയൽ സംസ്ഥാനം. ഏതാണ്? കർണാടക. ഡിസ്ട്രിക്ട് സറൗണ്ടഡ് ബൈ അതർ ഡിസ്ട്രിക്ട്, എല്ലാ ജില്ലകളുടെയും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജില്ല ഏതാണ്? കോട്ടയം അല്ലേ. മലപ്പുറം ആൻഡ് പാലക്കാട് ആർ ദ നൈബറിങ് ഡിസ്ട്രിക്ട്, മലപ്പുറം പാലക്കാട് എന്താണ്? തൊട്ടടുത്തുള്ള ജില്ലകളാണ്. അപ്പോൾ അതാരായിരിക്കും? തൃശ്ശൂരാണ് അല്ലേ. ഇൻ ഡൗൺവേഴ്സ്, താഴേക്ക്. നൈബറിങ് സ്റ്റേറ്റ് ഓഫ് കേരളം, കേരളത്തിൻ്റെ ഒരു അയൽ സംസ്ഥാനം ആരാണ്? തമിഴ്നാട് കൊടുക്കാം. ഹാസ് എ സീ ഷോർ, വയനാട് ആൻഡ് മലപ്പുറം ആർ ദ നെയ്ബറിങ് ഡിസ്ട്രിക്റ്റ്. എന്താ പറയുന്നത്? ഒരു കടൽ തീരമുണ്ട്, അതിൻ്റെ വയനാട് മലപ്പുറമാണ് അതിൻ്റെ അയൽ ജില്ലകൾ അല്ലേ. കടൽ തീരമുണ്ട്, വയനാട് മലപ്പുറമാണ് അതിൻ്റെ അയൽ ജില്ലകൾ. ആരാണ്? കോഴിക്കോട്. ദ ഡിസ്ട്രിക്ട് ഷെയർ ബോർഡേഴ്സ് വിത്ത് തമിഴ്നാട് ആൻഡ് കർണാടക, തമിഴ്നാടും കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന നമ്മുടെ ജില്ല ഏതാണ്? വയനാടാണ് അല്ലേ. ദ സ്മാളസ്റ്റ് ഡിസ്ട്രിക്റ്റ്, ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ അല്ലേ. സെവൻത്ത് എന്താണ്? ഇറ്റ് ഷെയർ ബോർഡേഴ്സ് വിത്ത് കൊല്ലം ആൻഡ് ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്, ആലപ്പുഴയും കൊല്ലവുമായിട്ട് എന്താണ് അതിർത്തി പങ്കിടുന്ന ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ് അല്ലേ. എയ്ത്ത് എന്താണ്? ദ സീ അഡ്ജസെന്റ് ടു കേരളം, കേരളത്തിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന സീ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? അറേബ്യൻ സീ അല്ലേ, അറബിക്കടലാണല്ലേ. ഈ നയൻത്ത് എന്താണ്? ഇറ്റ് ലൈസ് അഡ്ജസെന്റ് ടു മലപ്പുറം ആൻഡ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. എന്താണ്? മലപ്പുറം തൃശ്ശൂർ ജില്ലയുടെ അടുത്തായിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? പാലക്കാട്. ടെൻത്ത് എന്താണ്? സീ ലൈസ് ഓൺ വൺ സൈഡ് ആൻഡ് കർണാടക ഓൺ ദ അതർ സൈഡ്. ഇറ്റ് ഹാസ് 3 നെയ്ബറിങ് ഡിസ്ട്രിക്റ്റ്. എന്താണ്? അതിൻ്റെ ഒരു ഭാഗത്ത് കടലാണ്, ഒരു ഭാഗത്ത് എന്താണ്? കർണാടകയാണ്. പിന്നെന്താണ്? അതിനെന്താണ്? 3 അയൽ ജില്ലകളുണ്ട്. ആരാണ്? കണ്ണൂരാണ് അല്ലേ. ഇനി താഴേക്ക് മുകളിലേക്ക്, ഇനി അത് താഴേക്കുള്ളത് കഴിഞ്ഞ് ഇനി അപ്വേർഡ്സ് ആണ്. സെവൻത്ത് എന്താണ്? ദിസ് ഈസ് എ നെയ്ബറിങ് സ്റ്റേറ്റ് ഓഫ് കേരളം. എന്താണ്? ഇതൊരു നെയ്ബറിങ് സ്റ്റേറ്റ് ആണ് കേരളത്തിൻ്റെ. ഏതാണ്? അത് നമ്മുടെ വേർഡ് പസിൽ എഴുതാനുള്ള ഒരു സ്പേസ് ഇല്ല, പക്ഷെ നമുക്കൊരു ഏതെങ്കിലും ഒരു നെയ്ബറിങ് സ്റ്റേറ്റ് കൊടുക്കാം. ടെൻത്ത് എന്താണ്? മലപ്പുറം ആൻഡ് പാലക്കാട് ആർ ദ നിയർ ബൈ ഡിസ്ട്രിക്റ്റ്. എന്താണ്? മലപ്പുറം പാലക്കാട് എന്താണ്? ഒരു തൊട്ടടുത്തുള്ള ജില്ലകളാണ്. ഏതാണത്? തൃശ്ശൂർ അല്ലേ. ഇനി 11 എന്താണ്? ദ സീ അഡ്ജസെന്റ് ടു കേരളം, കേരളത്തിൻ്റെ തൊട്ടടുത്ത് ഉള്ള കടൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? അറേബ്യൻ സീ അല്ലേ, അറബിക്കടൽ. ക്രിയേറ്റ് മോർ സച്ച് ക്വസ്റ്റ്യൻസ്, പ്ലേ ഗെയിം വിത്ത് യുവർ ഫ്രണ്ട്സ് എന്നാ പറയുന്നത്. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരുമായി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കളിക്കാനാണ് പറയുന്നത്. പ്രിപ്പയർ എ ടേബിൾ അബൌട്ട് ഡിസ്ട്രിക്ട് ഇൻക്ലൂഡിംഗ് ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ. നിങ്ങളുടെ ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് താഴെ കാണുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ടോപ്പോഗ്രഫി ഓഫ് കേരളം. എന്താണ്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി. എങ്ങനെയാണ്? കേരളത്തിലെ മാപ്പിൽ 3 ടൈപ്പ് ഓഫ് ടോപ്പോഗ്രഫിയാണ് കാണിക്കുന്നത് അല്ലേ. എന്താണ്? ഹൈ റേഞ്ച്, മിഡിൽ ലാൻഡ്സ് ആൻഡ് കോസ്റ്റൽ ഏരിയാസ്. എന്താ പറയുന്നത്? ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ മലനാട്, മിഡിൽ ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇടനാട്, കോസ്റ്റൽ ഏരിയാസ് എന്ന് പറഞ്ഞാൽ തീരപ്രദേശം. ഓൾ ആർ ദ റീജിയൻസ് ഓഫ് കേരളം
ദ സെയിം? കേരളത്തിലെ പ്രദേശങ്ങളെല്ലാം ഒരുപോലെയാണോ? അല്ല അല്ലേ, നോ. ദർ ആർ മെയിൻലി 3 നാച്ചുറൽ റീജിയൻസ് ഇൻ കേരളം. എന്താ പറയുന്നത്? കേരളത്തിൽ പൊതുവായിട്ട് എന്താണ് 3 തരത്തിലുള്ള ടോപ്പോഗ്രഫിയാണ് ഉള്ളത്. ദ ഏരിയാസ് adjacent to the sea can be called the coastal areas and those adjacent to the mountains can be called the high ranges. The area in between them are called midlands. എന്താ പറയുന്നത് കടലിന് തൊട്ടടുത്ത് കിടക്കുന്ന, അതായത് കടലിൻ്റെ ഓട് ചേർന്ന് കിടക്കുന്ന ഏരിയ ഇതിനെ നമ്മൾ എന്ത് പറയും? തീരപ്രദേശം, കോസ്റ്റൽ ഏരിയ, തീരപ്രദേശം എന്ന് പറയുന്നു. പിന്നെ മലകളൊക്കെയുള്ള പ്രദേശത്തെ എന്താണ് പറയുന്നത്? ഹൈ റേഞ്ച് എന്നാണ് പറയുന്നത്, മലനാട്. ദ ഏരിയാസ് ഇൻ ബിറ്റ്വീൻ ദം ആർ കോൾഡ് മിഡ്ലാൻഡ്സ്. ഇവയുടെ, അതായത് കോസ്റ്റൽ ഏരിയയുടെയും ഹൈ റേഞ്ചിൻ്റെയും ഇടയിലുള്ള ഈ സ്ഥലത്തിനെ നമ്മൾ എന്താണ് പറയുന്നത്? മിഡ്ലാൻഡ്സ്, അല്ലേ, ഇടനാട് എന്നാണ് പറയുന്നത്. എന്നാൽ നെക്സ്റ്റ്, ക്യാൻ യു സീ ദ പിക്ചർ? വാട്ട് ഈസ് ദ കൾട്ടിവേഷൻ ഷോൺ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ കാണുന്ന കൾട്ടിവേഷൻ ഏതാണ്? ടീ കൾട്ടിവേഷൻ ആണല്ലേ. ഇൻ വിച്ച് റീജിയൻ സച്ച് എ കൾട്ടിവേഷൻ ഈസ് ഫൗണ്ട്? ഏത് തരത്തിലുള്ള റീജിയനിലാണ് ഈ കൾട്ടിവേഷൻ നമ്മൾ കാണുന്നത്? ഹൈ റേഞ്ചിലാണ് അല്ലേ, മലനാടുകളിൽ ആണ് എന്ത് ടീ കൾട്ടിവേഷൻ കൃഷി ചെയ്യുന്നത്, ടീ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഹൈ റേഞ്ചിലാണ്. ആർ ദ സെയിം കൈൻഡ്സ് ഓഫ് ക്രോപ്പ് കൾട്ടിവേറ്റഡ് എവരിവർ? എല്ലാ സ്ഥലത്തും ഒരുപോലെയുള്ള കൃഷികളാണോ, ഒരേ തരത്തിലുള്ള ക്രോപ്സ്, വിളകളാണോ നമ്മൾ കൃഷി ചെയ്യുക? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നതെന്ന് ചോദിക്കുന്നത്. അല്ലല്ലേ, നമ്മൾ ഓരോ റീജിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. വാട്ട് ഈസ് ദ ഒക്യുപ്പേഷൻ ഷോൺ ഇൻ ദ പിക്ചർ? എന്താ പറയുന്നത്? താഴെ കാണുന്ന ഒക്യുപ്പേഷൻ, തൊഴിൽ ഏതാണ്? താഴെ കാണുന്ന ഈ പിക്ചറിലുള്ള ഒക്യുപ്പേഷൻ ഏതാണ്? ഫിഷിംഗ് ആണ് അല്ലേ, മത്സ്യബന്ധനാണ് അല്ലേ. The occupation in a particular area was connected to the characteristics of the area. എന്താ പറയുന്നത്? ഓരോ പ്രദേശത്തുള്ള തൊഴിലുകൾക്കും ആ പ്രദേശത്തിൻ്റെ ക്യാരക്ടറുമായി, സവിശേഷതകളുമായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട്. സം ഓഫ് ദി ഓക്യുപ്പേഷൻ ആർ ഫൗണ്ട് എവ്രിവർ. ചില തൊഴിലുകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും. സം ഓഫ് ദ ഒക്കേഴ്സ് ഓൺലി ഇൻ ദ കോസ്റ്റൽ ഏരിയാസ്. എന്താ പറയുന്നത്? എന്നാൽ ചിലത് കോസ്റ്റൽ ഏരിയ, തീരപ്രദേശത്ത് മാത്രമാണുള്ളത്. സം അതർ ഓക്യുപ്പേഷൻ ഒക്കർ ഓൺലി ദ ഹൈ റേഞ്ചസ് ആൻഡ് മിഡ്ലാൻഡ്സ്. എന്താ പറയുന്നത്? എന്നാൽ ചില തൊഴിലുകൾ മലനാട്ടിലും ഇടൽനാട്ടിലും, അതായത് ഹൈ റേഞ്ചിലും മിഡ്ലാൻഡിലും മാത്രമായിട്ടുള്ള തൊഴിലുകളും ഉണ്ട്, ഓക്യുപ്പേഷൻസും ഉണ്ട്. ദർ ആർ ഓക്യുപ്പേഷൻസ് കണക്റ്റഡ് ടു ദ ജിയോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് ലൊക്കാലിറ്റി. എന്താ പറയുന്നത്? നമ്മുടെ നെക്സ്റ്റ് എന്താണ് പറയുന്നത്? നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള തൊഴിലുകളാണ് ഓരോ കേരളത്തിലും നമ്മുടെ നമ്മുടെ കേരളത്തില് ഉള്ള കാര്യങ്ങളാണ് ഭൂപ്രകൃതിയുമായി കാണാൻ. താഴെ കൊടുത്തിരിക്കുന്നത് ഏരിയ ലോങ് സീഷോർ, ലാർജ് ആൻഡ് സ്മാൾ റിവേഴ്സ്, തൊഴിലുകളെ ഓക്യുപ്പേഷൻസ് ഏതൊക്കെയാണ് പറയുന്നത്. വെറൈറ്റീസ് ഓഫ് ഫോറസ്റ്റ്, മൗണ്ടെയിൻ ranges and meadows, how beautiful is our land. എന്താ പറയുന്നത്? നീണ്ട കടൽ തീരം, ചെറുതും വലുതുമായിട്ടുള്ള പുഴകൾ, പിന്നെന്താണ്? നിരവധി കായലുകൾ, ബാക്ക് വാട്ടേഴ്സ് അല്ലേ, പിന്നെന്താണ്? ഒരുപാട് കൃഷി സ്ഥലങ്ങൾ, പിന്നെന്താണ്? പലതരം കാടുകൾ, മലകൾ, പുൽമേടുകളൊക്കെ നിറഞ്ഞതാണ് നമ്മുടെ നാട് അല്ലേ, നമ്മുടെ നാട് കേരളം അല്ലേ. ലെറ്റസ് അസസ്, വിലയിരുത്താം. ഫസ്റ്റ് വർക്ക് എന്താണ്? സർക്കിൾ ദ കറക്റ്റ് ചോയ്സ്. ശരിയായിട്ടുള്ളതിന് സർക്കിൾ ചെയ്യാനാണ് പറയുന്നത്. അവർ നാഷണൽ ആനിമൽ ആരാണ്? ടൈഗർ ആണല്ലേ. ദ കളർ വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ സീ ഓൺ ഗ്ലോബ്. ഗ്ലോബിലെ സീയെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി, കടലിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഏത് കളറാണ് ഉപയോഗിക്കുന്നത്? ബ്ലൂ ആണല്ലേ. ദ റീജിയൻ വിച്ച് ഈസ് ക്ലോസ് ടു ദ സീ എന്നാ പറയുന്നത്? കടലിനോട് ചേർന്നുള്ള റീജിയൻ, പ്രദേശം ഏതാണ്? കോസ്റ്റൽ ഏരിയ ആണ് അല്ലേ.
സെക്കൻഡ് വർക്ക് എന്താണ്? ട്രൂ ഓർ ഫോൾസ്, ശരിയോ തെറ്റോ. ദ സൺ ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദ എർത്ത്, എന്താണ്? ശരിയാണല്ലേ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണെന്ത്? സൂര്യൻ. ദ സ്കൈ എക്സിസ്റ്റ് ഓൺലി എബോവ് അവർ ഹെഡ്, സൂര്യൻ ആകാശം നമ്മുടെ തലയ്ക്ക് മുകളിൽ മാത്രമാണോ ഉള്ളത്? അല്ലല്ലേ, തെറ്റാണല്ലേ. ദ സൺ ആൻഡ് ദ മൂൺ ആർ ഓഫ് ദി സെയിം സൈസ്, എന്താണ്? സൂര്യനും ചന്ദ്രനും ഒരേ സൈസാണുള്ളത്, തെറ്റാണല്ലേ. ദ സീ ഈസ് മോർ ദാൻ ട്വൈസ് ദ ലാൻഡ് ഏരിയ ഓൺ എർത്ത്, എന്താണ്? ഭൂമിയിൽ കരഭാഗത്തിൻ്റെ ഇരട്ടിയിലധികം എന്തുണ്ട്? കടലുണ്ട്, ശരിയാണല്ലേ. ദ സൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത്, എന്താണ്? സൂര്യൻ എന്താണ്? ഭൂമിക്ക് ചുറ്റും എന്താണ്? കറങ്ങുന്നു എന്നാണ് പറയുന്നത്, എന്താണ്? തെറ്റാണല്ലേ. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ ആണല്ലേ, അപ്പോൾ അത് തെറ്റാണ്. വെൻ ഇറ്റ് ഈസ് നൈറ്റ് ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് ഓൾസോ നൈറ്റ് ഇൻ അമേരിക്ക, എന്താണ്? ഇന്ത്യയിൽ രാത്രി ആയിരിക്കുമ്പോൾ എന്താണ്? അമേരിക്കയിലും രാത്രിയാവും, അത് തെറ്റാണ് അല്ലേ. തേർഡ് വർക്ക് എന്താണ്? എക്സാമിൻ ദ ഡിസ്ട്രിക്റ്റ് ഓഫ് കേരളം ഓൺ ദ മാപ്പ് ആൻഡ് കംപ്ലീറ്റ് ദ കോളംസ് എന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ മാപ്പ് നോക്കിയിട്ട് എന്താണ്? താഴെ തന്നിരിക്കുന്ന കോളംസ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. എന്താണ്? വിത്ത് കോസ്റ്റൽ ഏരിയാസ്, കടൽ തീരം ഉള്ള ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് കാസർഗോഡ്. ഇത്രയും ജില്ലകളാണെന്ത്? കോസ്റ്റൽ ഏരിയയിലുള്ളത് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഷെയറിങ് ദ ബോർഡേഴ്സ് വിത്ത് തമിഴ്നാട്, തമിഴ്നാടിൻ്റെ ബോർഡറുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആരൊക്കെയാണ്? ഏതൊക്കെ ജില്ലകളാണ്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് അല്ലേ. ഷെയറിങ് ദ ബോർഡർ വിത്ത് കർണാടക, കർണാടക ബോർഡറുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആരൊക്കെയാണ്? വയനാട് ആൻഡ് കാസർഗോഡ്. ലാസ്റ്റ് എന്താണ്? വിത്തൗട്ട് സീ കോസ്റ്റ് ആൻഡ് നോട്ട് ഷെയറിങ് ദ ബോർഡേഴ്സ് വിത്ത് അതർ സ്റ്റേറ്റ്, എന്താണ്? കടൽ തീരം ഇല്ലാത്തവയും മറ്റ് ജില്ലകളുമായി അതിർത്തി പങ്കിടാത്ത ജില്ല ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? കോട്ടയം. നെക്സ്റ്റ് വർക്ക് എന്താണ്? കളർ ദ ബോക്സസ് ഗിവൺ അഗെയിൻസ്റ്റ് വേരിയസ് ഓക്യുപ്പേഷൻ അക്കോർഡിംഗ് ടു ദ ഇൻഡിക്കേഷൻ ഗിവൺ ബിലോ, എന്താണ്? താഴെ കുറച്ച് തൊഴിലുകൾ തന്നിട്ടുണ്ട്, അവയെ എന്താണ്? ഇവിടെ ഓരോ സൂചനയ്ക്കനുസരിച്ച് ഇവിടെ നിറം കൊടുക്കാനാണ് പറയുന്നത്. എന്താണ്? ഫസ്റ്റ് എന്താണ്? ഓൺലി ഇൻ കോസ്റ്റൽ ഏരിയാസ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഓൺലി ഇൻ ഹൈ റേഞ്ച് ആൻഡ് മിഡ് ലാൻഡ്സ്, മലനാടിനും ഇടനാടിനും. പിന്നെയോ ഫൗണ്ട് ഇൻ ദ റീജിയൻസ്, എന്താണ്? ഫൗണ്ട് ഓൾ ഇൻ ദ റീജിയൻസ്, എല്ലാ പ്രദേശത്തും കാണുന്ന തൊഴിലുകൾക്ക് ആ നിറമാണ് കൊടുക്കേണ്ടത്. ഓക്കെ. കാറ്റിൽ ഫാമിംഗ്, എന്താണ്? കാറ്റിൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ അല്ലേ. എന്താണ്? ഫൗണ്ട് ഇൻ ഓൾ ദ റീജിയൻ, എല്ലാ പ്രദേശത്തും എന്താണ്? കന്നുകാലികൾ വളർത്തൂലേ. ഫിഷിംഗ് ഫ്രം ദ സീ, എന്താണ്? മത്സ്യബന്ധനം അല്ലേ. ഫിഷിംഗ് എവിടെയാണ്? ഓൺലി ഇൻ കോസ്റ്റൽ ഏരിയാസ്. വെജിറ്റബിൾ കൾട്ടിവേഷൻ, പച്ചക്കറി കൃഷി, ഫൗണ്ട് ഇൻ ആൾ ദ റീജിയൻസ്. കാടമൻ കൾട്ടിവേഷൻ, എന്താണ്? ഏലകൃഷി. കാടമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏലം അല്ലേ. ഏലകൃഷി എവിടെയാണ്? ഓൺലി ഇൻ ഹൈ റേഞ്ചസ് ആൻഡ് മിഡ് ലാൻഡ്സ്, എന്താണ്? മലനാട്ടിലും ഇടനാട്ടിലുമാണ് എന്ത്? കാടമൻ കൾട്ടിവേഷൻ ഉള്ളത്. കോഫി കൾട്ടിവേഷൻ എന്താണ്? അതുപോലെ ഓൺലി ഇൻ ഹൈ റേഞ്ചസ് ആൻഡ് മിഡ് ലാൻഡ്സ്. ട്രേഡ് എന്താണ്? കച്ചവടം അല്ലേ. കച്ചവടം എന്താണ്? ഫൗണ്ട് ഇൻ ഓൾ റീജിയൻസ്. റബ്ബർ കൾട്ടിവേഷൻ, റബ്ബർ കൃഷി എവിടെയാണ്? ഓൺലി ഇൻ ഹൈ റേഞ്ചസ് ആൻഡ് മിഡ് ലാൻഡ്സ് അല്ലേ. ടൈലറിങ്, തയ്ക്കലില്ലേ, വസ്ത്രം തയ്ക്കുന്നത് എവിടെയൊക്കെയാണ്? ഫൗണ്ട് ഇൻ ആൾ ദ റീജിയൻസ്, എല്ലാ പ്രദേശത്തും എന്താണ്? ടൈലറിങ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് എന്താണ്? എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, തുടർ പ്രവർത്തനങ്ങൾ എന്നാണ്. ഫസ്റ്റ് വൺ, പ്രിപ്പയർ ആൻ ആൽബം എൻടൈറ്റിൽഡ് എൻ്റെ കേരളം യൂസിങ് ദ പിക്ചേഴ്സ് ഓഫ് ദി പ്ലേസസ് ഓഫ് ഇമ്പോർട്ടൻസ് ആൻഡ് ദർ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. എന്താണ്? നമ്മുടെ കേരളത്തിലെ ഓരോ പ്രദേശങ്ങൾ എടുത്തിട്ട് അവയുടെ ചിത്രങ്ങൾ അവയുടെ സവിശേഷതകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആൽബം ഉണ്ടാക്കാനാണ് പറയുന്നത്. ഇവിടെ എന്തൊക്കെ പിക്ചറാണ് തന്നിട്ടുള്ളത്? അതിരപ്പള്ളി വാട്ടർഫാൾ ഇൻ തൃശ്ശൂരിലെ. അതിരപ്പള്ളി വാട്ടർഫാൾ എവിടെയാണുള്ളത്? തൃശ്ശൂരിലാണ്. പിന്നെ ബേക്കൽ ഫോർട്ട് കാസർഗോഡിലാണുള്ളത്. തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയുള്ളത്? ഇടുക്കിയിലാണ്. അതുപോലെ വിഴിഞ്ഞം ഫോർട്ട് എവിടെയാണുള്ളത്? തിരുവനന്തപുരത്താണ് ഉള്ളത്. സെക്കൻഡ് വർക്ക് എന്താണ്?
യു ഹാവ് ലേൺഡ് അബൌട്ട് അവർ നാഷണൽ ഫ്ലാഗ് ഹാവിൻ യു ആണ് നമ്മളെ ദേശീയ പതാകയെ കുറിച്ച് നേരത്തെ പഠിച്ചല്ലോ. ഡ്രോ ദ നാഷണൽ ഫ്ലാഗ് ഓഫ് വേരിയസ് കൺട്രീസ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. അതുപോലെ എന്ത് ചെയ്യുക, മറ്റുള്ള രാജ്യങ്ങളുടെ ഫ്ലാഗ്സ് എന്താണ് വരച്ചിട്ട് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത്. ഇവിടെ ഞാൻ കുറച്ച് കൺട്രീസിൻ്റെ ഫ്ലാഗ്സ് കൊടുക്കാം, നിങ്ങൾക്കത് വരച്ചെടുക്കാം. കൂടുതൽ ഫ്ലാഗ്സ് വേണമെങ്കിൽ കണ്ടെത്തി വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 7th ചാപ്റ്ററായിട്ടുള്ള ദ വേൾഡ് വി ലിവ് ഇനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മുടെ എർത്തിനെ കുറിച്ച് പഠിച്ചു, ഇന്ത്യയെക്കുറിച്ച് പഠിച്ചു, കേരളത്തിനെ കുറിച്ച് പഠിച്ചു അല്ലേ. അവിടെയുള്ള പ്രത്യേകതകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എല്ലാ മക്കൾക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.